നമ്മളുള്ളത് മൺട്രോത്തുരുത്ത് എസ് വളവ് ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ ഇത് കണ്ട ഈ ഏരിയ ഒക്കെ കണ്ടില്ലേ, ഇത് നമ്മുടെ അനിയൻ്റെ സ്വന്തം സെറ്റപ്പാണ്. കയാക്കിങ്, ബോട്ട് സർവീസ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ മൺട്രോത്തുരുത്ത് വിസിറ്റ് ചെയ്യുന്നവർ ഞാൻ നമ്പർ പിൻ ചെയ്തിട്ടേക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്തായാലും ഈ വൈബൊക്കെ അടിപൊളിയാണ്, എൻജോയ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ നിതിനണ്ണൻ പുള്ളി എനിക്കൊരു പണി തന്നു. നമ്മളിപ്പോൾ ചലഞ്ചിൻ്റെ ടൈമാണല്ലോ. പുള്ളി പറയുന്നത് അക്കരെ ഞാൻ പറഞ്ഞ പുള്ളിയോട് ഞാൻ പണ്ട് ഇതിലെ അക്കരെ നീന്തുന്നതാന്ന് പറഞ്ഞ്. പുള്ളി വിശ്വസിക്കത്തില്ല. പുള്ളിക്ക് അത് ഒരു അഭിപ്രായ വ്യത്യാസം. ചലഞ്ച് നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമല്ലോ. എന്താ ചലഞ്ച് എന്ന് നോക്കിയേ, ചോദിച്ചു നോക്ക്. അക്സെപ്റ്റഡ്. ഞാൻ നീന്തുന്നേ. നമ്മൾ ഒരിക്കലും ചലഞ്ച് പേടിക്കരുത്. വിന്നർ ലോസ് അക്സെപ്റ്റ് ഇറ്റ്. അത് നമ്മൾ എപ്പോഴായാലും ചലഞ്ചുകൾ നമ്മൾ ഫേസ് ചെയ്യുക. ഇതെന്ത് സിമ്പിൾ, തോറ്റാ തോറ്റ്, അത്രേ ഉള്ളൂ. നമ്മൾ നീന്തുക, ഞാൻ നീന്തിയിട്ടുള്ളതാണ്. സോ നമുക്കിതൊരു പ്രശ്നമല്ല. അഥവാ ഫെയിലായാൽ ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തല്ലോ, അത് തന്നെ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, നീന്തി നോക്കാം എങ്ങനെയുണ്ട്. ഞാൻ കുറേ നാളായി നീന്തിയിട്ട്. അപ്പോൾ ഇനി എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയില്ല. പാതി വഴിയിൽ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. നമ്മുടെ എല്ലാം സേഫ്റ്റി എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ അഥവാ തളർന്നു പോയാൽ സേഫ്റ്റി ആയിട്ട് നമ്മളെ രക്ഷിക്കാനും നമ്മുടെ അനിയന്മാരും നമ്മുടെ എല്ലാവരും ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനില്ല. അപ്പോൾ നമുക്ക് നീന്തി നോക്കാം. അക്കരെ 10,000 ആണ്. അപ്പോൾ നമ്മളിത് ഉറപ്പായിട്ടും നീന്തിയിരിക്കണം. ഓക്കെ. 6 വർഷമായി ഈ കായൽ നീന്തിയിട്ട്. ഈ അടുത്തായിട്ട് ഞാൻ പെരിയാർ കുറച്ച് നീന്തിയിട്ടുണ്ട്. അല്ലാതെ നീന്തലൊക്കെ കണക്കാണ്. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം നീന്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം, നീന്തി നോക്കാം. കിലോമീറ്റർ ഉണ്ട്, ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ഉണ്ടല്ലേ? അല്ലേടാ അവനിക്ക്? ഏകദേശം 6 കിലോമീറ്ററോളം ഉണ്ട്. അക്കരെ നീന്തുക, നീന്തി പിടിക്കാം. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പാതിയായിട്ടുണ്ട് ഏകദേശം. നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണാം, ഏകദേശം പാതിയായിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി അക്കരെ വരണം. നല്ല അണപ്പുണ്ട്. കുറേ നാളായി നീന്തിയിട്ട്. ചിലപ്പം എന്തായാലും നമ്മൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അഥവാ ഫെയിലായാലും കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. വർക്കൗട്ട് ചെയ്യാത്തതിൻ്റെയാണ്. വർക്കൗട്ട് ചെയ്താലേ ഇതൊക്കെ വീണ്ടും കൂടുതൽ നീന്താൻ പറ്റും. ഇപ്പോൾ സ്റ്റാമിന സീനാണ്. മാക്സിമം നമ്മൾ ഫുള്ള് കവർ ചെയ്യും. അക്കരെ നീന്താം. Come on. Hello. Tapi easy aja. ഇനി കൂടി പോയൊരു 100 മീറ്റർ. ഇനി 100 മീറ്റർ കൂടെ ഉള്ളു. കാല് നോക്കി കുത്തണം, കുപ്പിച്ചില്ലൊക്കെ വേണം. വൺ സൈഡ് ആയപ്പോഴേ ചത്തല്ലേ.
ഇനി തിരിച്ചു പിടിക്കാം. വൺ സൈഡ് ആയപ്പോഴേ ഞാൻ ചത്ത്. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ല. ബാക്കി വീട് ഫിനിഷ് ചെയ്യാം. തിരിച്ച് നമ്മൾ പോകുമ്പോൾ വന്നത് കണക്കായിരുന്നില്ല. നല്ല തിര ഉണ്ടായിരുന്നു. അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മാക്സിമം നമ്മൾ നീന്തി കംപ്ലീറ്റ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് മാക്സിമം നീന്തി കുറേ ഭാഗങ്ങളിൽ ഞാൻ കുറച്ചൊക്കെ ഓളം തുള്ളിയാണ് നീന്തിയത്. കൂടെ ഉള്ളു ഒരു 15 മിനിറ്റത്തെ നീന്തൽ കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് സനു പറഞ്ഞ സനുവിൻ്റെ തള്ള് യാഥാർത്ഥ്യമാവുകയാണ്. വരട്ടെ. അപ്പം ഞാനും നിതിരണ്ണനും ചിഞ്ചിക്കും അമലോസ്കാറും റോക്കും എല്ലാം കൂടി ഇവിടെ നിന്ന് സ്ഥലമൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കുറച്ച് റീൽസൊക്കെ ചെയ്യാനായിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ചലഞ്ചായിപ്പോയി. എന്തായാലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് സെറ്റായി. ആക്ച്വലി നല്ല തളർന്നിട്ടുണ്ട്. മസിൽ ക്രാംസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മലന്ന് കിടന്ന് നീന്തുവാണ്. മലന്ന് കിടന്ന് നീന്തുന്നത് വെച്ചാൽ അത്രയ്ക്ക് നീന്താൻ പറ്റാത്തതുകൊണ്ട് നീന്തിയതാണ്. നല്ല റിലാക്സ് ചെയ്ത് നീന്തിയതാണ്. ഒറ്റ സ്ട്രെച്ച് നീന്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നിരുന്നാലും മാക്സിമം ഞാൻ ഫുള്ള് ഒറ്റ സ്ട്രെച്ച് നീന്താൻ ശ്രമിച്ചു. $10,000 ഇതിനെണ്ണ 10,000 എന്നാണ്. അങ്ങനെ ഇതിക്കെ അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. $10,000 ആയിരുന്നു ചലഞ്ച്. $10,000 ഫിനിഷ്. നമ്മൾ 1 മണിക്കൂർ 21 മിനിറ്റ് എടുത്ത് ഞാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് കരുതിയില്ല. എന്നാലും നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ നമ്മൾ ചലഞ്ച് ഫുള്ള് ഫിനിഷ് ആക്കിയിരിക്കുകയാണ്. നമ്മളെ മൺട്രോത്തുരുത്ത് മുഴുവൻ കറക്കി കാണിച്ച നമ്മുടെ ASR ബോട്ട് ക്ലബ്ബ്, ക്യാമറ റെൻറ്റിന് തന്ന ക്യാം ലിവ്സ്, ഇവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക. എന്തായാലും സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് പുള്ളി എന്നെ കൊണ്ട് ATM പോയി. പുള്ളി പൈസ അപ്പം തന്നെ എടുത്തു തന്നു. നിന്റെ ഞാൻ പറഞ്ഞ നിന്റെ 10,000 സനു നീന്തി എൻ്റെ സനുവിൻ്റെ 10,000 കൊടുത്തിട്ടുണ്ട് കേട്ടോ.